എക്സ്ക്യൂസ് മീ. ഹായ് സാർ, വെൽക്കം ടു ഇന്ത്യൻ ഓട്ടോമാർ. സാർ ഏത് വാഹനമാണ് നോക്കുന്നത്? നമുക്കിപ്പോൾ EV ഉണ്ട്, ഹൈബ്രിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടർബോ പെട്രോൾസ് ഉണ്ട്. സാറിന് ഏതാണ് വേണ്ടത്? എനിക്കൊരു ഡീസൽ കാറാണ് വേണ്ടത്. സാർ, നമുക്കിപ്പോൾ ഹ്യുണ്ടായി ഉണ്ട്, അതുപോലെ തന്നെ മഹീന്ദ്ര ഉണ്ട്, ടാറ്റ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സബ് കോമ്പാക്ട് SUV, മിഡ് സൈസ് SUV ഇതിലെല്ലാത്തിലും ഡീസൽസ് ഉണ്ട്. സാറിന് ഏത് സെഗ്മെന്റിൽ നിന്നാണ് വാഹനം വേണ്ടത്? എനിക്ക് ഇത്രയും വലിയ വണ്ടികളൊന്നും വേണ്ട. എനിക്കൊരു ഡീസൽ ഹാച്ച് ബാക്ക് മതി. സാറേ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ടേ. നമുക്കിപ്പോ ഈ ചെറിയ ഡീസൽസ് ഒന്നുമില്ല. ഒന്നാമത് ഈ ഗവൺമെന്റിന്റെ ഈ എൻവയോൺമെന്റ് പോളിസീസ് കാര്യങ്ങളെല്ലാം കാരണം ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്നത് തന്നെ വലിയ പാടാ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഈ ഒരു മാനുഫാക്ചേഴ്സും ഈ ഡീസൽസ് എടുത്ത് കളയാനുള്ള തീരുമാനത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡ്സും EV ഒക്കെ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ സബ് കോമ്പാക്ട് SUV അതുപോലെ മിഡ് സൈസ് SUV-യിലേക്കാണ് ഇപ്പോഴും ഡീസൽസ് ഉള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഹ്യുണ്ടായി, ടാറ്റ, മഹീന്ദ്ര ഒക്കെ ഇറക്കുന്നുള്ളൂ. അപ്പൊ ഈ ചെറിയ ഹാഷ് ബാഗ്സ് ഒന്നും നമുക്കിപ്പോ ഇല്ല. സാറിന് ഈ പറഞ്ഞ ഏതെങ്കിലും സെഗ്മെന്റിൽ നിന്ന് ഡീസൽ മതിയോ? എനിക്ക് വേണ്ടത് ആ ഒരു പഴയ മൾട്ടി ജെറ്റ് സ്വിഫ്റ്റോ, വിസ്റ്റയോ, പുന്തോയോ ഒക്കെ പോലുള്ള മോഡൽസാ. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യില്? എക്സ്ക്യൂസ് മീ സർ, അദ്ദേഹത്തിന് വേണ്ടത് നമ്മുടെ കയ്യിലുണ്ട്. സർ, പ്ലീസ് കം ഇൻ. താങ്ക്സ് മൈ ബോയ്. സർ, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ആൾട്രോസ്. ഇതിൽ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഡീസൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സാറിന് വേണ്ട ബാക്കിയുള്ള എല്ലാ കൺവീനിയന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ട്. വയർലെസ് ചാർജർ, സൺറൂഫ് തുടങ്ങി ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്. സാർ, എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ സാർ ശരിക്കും ഒരു ഡീസൽ ലവർ ആണെങ്കിൽ അത് സാറിന് വലിയൊരു ഇഷ്യൂ ആയിരിക്കില്ല. ഇത് നമുക്ക് മാനുവൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ.